हेलो फ्रेंड, द किल पंच में आपका स्वागत है। दोस्तों, हम अभी 2024 के टॉप ग्रोसिंग मलयालम मूवी मार्को पे अपना रिएक्शन देने वाले हैं। ओटीटी पे आ चुका है, तो हमने सोचा कि उस पे अपना रिएक्शन देने के लिए इसमें हमको मार्को का जो टाइटल रोल है उसमें हमको उन्नी मुकुंदम दिखने मिलेंगे। जबरदस्त काम किया दोस्तों, ईगरली वेट है मार्को का। मूवी में हमको क्या किस टाइप का फाइट सीन सब देखने मिल सकता है। तो दोस्तों देर नहीं करते हैं, मार्को मूवी का जो सबसे पहला सीन है, सीन नंबर 1, ये देखते और अपना रिएक्शन देते हैं। आइए दोस्तों। പൈസ വെച്ചിട്ട് പോടാ. बैटिंग कुछ होना चाहिए, फाइटिंग वेटिंग कुछ इतना फाइटिंग। വെച്ചിട്ട് പോടാ. ചേഞ്ച് കൊണ്ടുവരാൻ കിട്ടിയിട്ട് വേഗം വാ. എടാ വസീം, He's blind. നിന്നെങ്ങനെ മനസ്സിലായെന്നല്ലേ? മൈ ബോഡിയോട് നോട്ട് സെൻഡ്. ഓടാ, ഞാൻ ഡിയോഡ്രന്റ് അടിച്ചതാണല്ലോ. പോരാത്തിന് ഇന്ന് രാവിലെ കുളിക്കുകയും ചെയ്തു. ചങ്ങാതി നന്നായ കണ്ണാടിയല്ല, കണ്ണേ വേണ്ട. ദാറ്റ്സ് വൈ ഐ ബീയിങ് ഓണസ്റ്റ്. മതി ദേവന്മാരോട് കിടന്ന് അടിച്ചേക്കുന്നത് നീ മണത്തല്ല പറയണത്, ഞാൻ പറഞ്ഞിട്ടല്ലേ. ഇനി ഇതിന്റെ ഇടയിലെങ്ങാനും പോലീസ് ഏരിയ നിന്റെ കയ്യും പിടിച്ചോടാൻ ഞാനേ ഉള്ളൂ. മണം പിടിക്കൽ ആർക്ക് കിട്ടി? അക്ബറിന് എനിക്ക് ആശിച്ചത് അക്ബറിനല്ലേ? പിന്നെ അക്ബർ തല്ലുള്ളതാണ്. നീ ഇത്രയൊക്കെ സങ്കടപ്പെടാൻ. ഇത് നമ്മുടെ ഫൈനൽ റൗണ്ട് ഒന്നുമല്ലല്ലോ, ഫസ്റ്റ് റൗണ്ട് അല്ലേ? നീ അത് ആ വസീമേ, നിന്നെ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കാറാ? നീ ഇക്ക പറയുന്നൊന്ന് കേക്ക്. ഇത് നല്ല കച്ചവടമാടാ. ഈ കച്ചവടം നമുക്ക് വേണ്ടിക്ക. ഫാർമസിന്റെ ലൈസൻസിൽ മയക്ക് വരുന്നുണ്ടാക്കല. പടച്ചൂനെടുക്കുന്ന കച്ചവടമാണ് ഇക്കത്. ഓ പിന്നെ, നീ കാണിക്കുന്നെല്ലാം പഠിച്ചോ നടക്കുന്നതാണല്ലോ. നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം. ഇക്ക എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കൂല. അത് എന്റെ കൂടി പേരുള്ള ലൈസൻസ് ആണ്. ഈ കണ്ട തമ്മാടിത്തരൊക്കെ കാണിച്ചു തന്നിട്ട് കൊല്ല ഹജ്ജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇക്ക മനസ്സിലായി. വസീമേ, വസീമേ, ഇക്കാട്ടെ എന്താ പ്രശ്നം? എടാ ആയിക്കാക്ക് എന്തൊക്കെയോ ഫണ്ടിന്റെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് വലിയ ഇഷ്യൂ ആണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഏതോ കാർട്ടിൽ പോയി പെട്ടു. ആ, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഷിപ്മെന്റ് ചെയ്യാൻ നമ്മുടെ ഫാർമസിയുടെ ലൈസൻസ് ഉപയോഗിക്കുന്നത്. അത് എന്റെ കൂടി പേരുള്ള കമ്പനി അല്ലേ, അത് പറ്റില്ല ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അവൻ ചെറുപ്പം മുതൽ ഇങ്ങനത്തെ പരിപാടിയാ. അവൻ ഒരിക്കലും നന്നാവില്ല. അതെ, ഇതൊന്നും തലയിലെടുക്കല്ലേ പ്ലീസ്. Defender. Why? Something is happening there. വസീം, വസീം, വസീം. How it happened? Hi, someone killed Wasim Kumar. Hi, Saab. I think that the drug cartel guys, वो लोग ही लग रहे हैं. इसको नहीं मार, they're not killing. സർ, അയാൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം സെർച്ച് ഓഫ് ഹെർബപ്പറിയാ. Okay, you can sniff. അവരുടെ ഫുഡ് സ്റ്റെപ്സ്. ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. Okay. ഹി വാസ് വെരി കാം. മർഡർ ചെയ്യുന്നത് അവർക്കൊരു ചെറിയ കാര്യമാണ്. ആൻഡ് ഫൈനലി അയാൾ വന്നതൊരു ഡിഫൻഡറിലാണ് സർ. Defender. അത് ഡിഫൻഡർ തന്നെയായിരുന്നു നിനക്ക് അങ്ങനെ മനസ്സിലായി? ഫ്രം മൈ ടച്ച്. എൻ്റെ ഇച്ഛാനും ഒരു ഡിഫൻഡർ ഉണ്ട്. സാറേ, ഈ അന്ധനെ വെച്ചിട്ടുള്ള അന്താക്ഷരി ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലടോ, ഹീസ് ബ്രില്യൻറ്റ്. താൻ ആ ഫാക്ടറി കണ്ടോ? അതിവിടുത്തെ പൗരപ്രമുഖൻ പഴയ MP വിൻസെന്റ് ജെറോമിൻ്റെയാണ്. ഇതിൻ്റെ അകത്തിട്ട് ഒരു 100 പേരെ കത്തിച്ചാലും ജെറോം വിചാരിക്കാതെ നമ്മളറിയില്ല. ഈ വിക്ടറിൻ്റെ സാക്ഷിമൊഴി മാത്രമാണ് വസീമിൻ്റെ കൊലപാതകയിലേക്കുള്ള ഏക ലീഡ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം അവൻ ഒരുപാട് മാറിപ്പോയിരുന്നു സർ.
മോശം കൂട്ടുകെട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഓൺലൈൻ ഗെയിം, ബെറ്റിംഗ്, കാശ് അങ്ങനെ ഒരുപാട് കളഞ്ഞു അവൻ. His brother. വസീമിന്റെ അവസാനത്തെ കോൾ താരിഖിനായിരുന്നു. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? അതും ഇതുപോലെ കാശ് വെച്ചുള്ള വിളിയായിരുന്നു. വസീമിന്റെയും താരിഖിന്റെയും പേരിലല്ലേ എല്ലാ ബിസിനസ്സും? നിങ്ങൾ ചോദിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മരണം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ? Witness नहीं है तो कुछ मत करो. ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് താരിഖിനോട് ആര് പറഞ്ഞു? Evidence नहीं है कि how you know. إلى حضرة روح نبينا محمد مصطفى صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. Funeral ना friend वसीम का. They're coming here. यहाँ पे भी आ रहे हो? ये तो पूरे मिले हुए हैं. भाई साहब his brother उसके साथ मिल रहा है. ये डिफेंडर पे जा रहा है क्या कार पे? पीछे से देख रहा था किसी. रिस्की भाग जा हमें रनिंग पे. പ്രവീഷ, ആ വിട്ട്. എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം. Okay, where are you now? ഞാനിപ്പോ വസീമിന്റെ ചടങ്ങിന് വന്നതാ. ഇവിടെ നീ പെട്ടെന്ന് തന്നെ കാണാൻ വാ. अरे किडनैप केस only chemicals. In his life is in എന്റെ danger. കൂട്ടുകാരൻ വസീം എന്റെ ബിസിനസ്സിൽ ഒരു കരടായി വന്നപ്പോഴാ അവന്റെ ഇക്ക എന്റെ പാർട്ണർ താരിക്ക് തന്നെ പറഞ്ഞത് അവനെ Tari. അവനൊരു ലാഭമുള്ള ഏർപ്പാണ് എന്നിട്ട് ഈ മുടക്ക് പറയുന്നത്. ഞാനിനി എത്ര പറഞ്ഞാലും മാറാനും പോകുന്നില്ല. റസലെ, തീർത്തേക്കാതെ 7 ലക്ഷം ദിക്കർ കുടുംബക്കാർ ചൊല്ലും. അവസാനം അവൻ പറഞ്ഞത് താരിഖിനെ രക്ഷിക്കണമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമല്ല അവനെ കണ്ടു. Brother is मांगे. നമ്മുടെയൊക്കെ നെഞ്ചെടുപ്പ് കൂടെ അറിയാവുന്ന ആള് നിന്നുണ്ടാക്കിയ മുതല്. അങ്ങേരോടൊപ്പം ഞാൻ എന്ത് പറയും? കുരുടനായതുകൊണ്ടാണ് നിന്നെ വെറുതെ വിട്ടത്. നീ എങ്ങനെ എന്നെ ഐഡന്റിഫൈ ചെയ്ത്? എന്റെ പെർഫ്യൂം എനിക്ക് മരണത്തിന്റെ ഗന്ധമാണ്. സെന്റ് ഓഫ് ഡെത്ത്. Scent of death. നിങ്ങൾ ചെയ്യുന്നത് ഡ്രഗ് ബിസിനസ് ആണെന്ന് എനിക്കറിയാം. നശിപ്പിക്കും ഞാൻ നിന്നെ. പിന്നെ നിന്റെ മണം, ശവത്തിന്റെ ചത്ത് ചീഞ്ഞ പുഴു വരിച്ച ശവത്തിന്റെ അറപ്പുള്ള നാറ്റാണ് നിനക്ക്. Come here. Shoot. PC brother. यार both friends gone. സാർ, തൃശ്ശൂർ വെച്ചാണ് അവർ അറ്റാക്ക് ചെയ്തത്. സാധനം വീണ്ടെടുത്താലും പോയ സമാധാനം തിരിച്ചു കിട്ടൂലല്ലോ. ടോണിച്ച, ഇനി എവരോട്ടുള്ള ഇടപാട് Tony. നമുക്ക് തന്നാവൂല. ഒരിക്കലും ഞങ്ങളെ തരത്തില്ല സാറേ. ടോണിച്ചാൻ്റെ ഗോൾഡ് നോക്കാനാണെങ്കിൽ ഞങ്ങൾക്കത് എന്നേ ആവായിരുന്നു. ടോണിച്ച പ്ലീസ്.
You kneel down and come forward. മുട്ടിലെഴുന്നു വരാൻ. I have something special for you. Yeah. Do your job well. Bye. You're villains. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്നെടുക്കാൻ എലിയും പൂച്ചയൊന്നും അല്ല. ഒരു കണ്ണ് പൊട്ടനാ കണ്ടുപിടിച്ചത്. Are you not ashamed? Same drug cartel. How do you feel now? Better. കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ്. ശവത്തിന്റെ എണ്ണം പുറത്തു വരാതിരിക്കാൻ നാട്ടിൽ യുദ്ധവും അടിയന്തരാവസ്ഥയൊന്നുമില്ല. ബോഡിയുടെ ഒരു ചെറിയ ട്രേസ് പോലും ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ കാക്കിപ്പട്ടികൾ മണം പിടിച്ച് ഇവിടെ എത്തും. അവൻ ആസിഡ് ഒരുക്കിയിട്ടുണ്ട്. ജന്മം കൊടുത്തവർക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. Don't follow your brother's footsteps. Cyrus is insane. കയ്യോ കൊണ്ടല്ല കാര്യങ്ങൾ നേടേണ്ടത്. Apply your brain. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും you can approach me. I am with you always. मिला बॉडी तो मिला. ഇതൊരു പുരുഷന്റെ ബോഡിയാണ്. ഏകദേശം 20-25 വയസ്സ് വരെ പ്രായം നമുക്ക്. വസ്ത്രങ്ങളും ബെൽറ്റും ഓർണമെന്റ്സും എല്ലാം ഉരുകി പിടിച്ച നിലയിലാണ്. എന്താസിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ചില സ്പെഷ്യാലിറ്റീസ് ഉള്ള കെമിക്കലാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വാട്ടറിൽ ലയിപ്പിച്ചും നമുക്ക് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉണ്ടാക്കാം. ഇത് മറ്റുള്ള ആസിഡ്സ് പോലെ ഗ്ലാസ് കണ്ടെയ്നറിലൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിയെത്തിലീൻ പോലുള്ള കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കാറ്. ഇറ്റ്സ് റിയലി ടോക്സിക് ആൻഡ് കൊറോസീവ് ആൻഡ് ക്യാൻ കോസ് സിവിയർ ബേൺസ്. അന്ന് രാവിലെ 10 മണി കഴിഞ്ഞാണ് അവസാനമായി വിളിച്ചത്. എന്നെ കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. ആള് വീട്ടിലെത്തിയിട്ടുമില്ല. വിക്ടർ എന്നല്ലേ പേര് പറഞ്ഞേ? ആള് നിങ്ങളുടെ ആരാ? എൻ്റെ ബോയ് ഫ്രണ്ടാണ്. ആൻഡ് ഈസ് ബ്ലൈൻഡ്. ബ്ലൈൻഡ്? നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? 3 years. വിക്ടർ ഒരു പെർഫ്യൂമറാണ്. ആൻഡ് ഈസ് വെരി സ്മാർട്ട്. അവൻ വീട്ടിൽ പറയാതെ ട്രാവൽ ചെയ്യാറുണ്ട്. എന്നാലും എന്നോടെല്ലാം പറയും. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ എന്തായാലും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. വെയിറ്റ് സാർ, ഈ അന്ധനായ വിക്ടർ എന്ന് പറയുമ്പോൾ? യെസ്, നമ്മുടെ വിക്ടർ. ആ കുട്ടിയുടെ ഇന്ന് മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പിന്നെ ആ വിക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ആ ബോഡി ഈ കുട്ടി കാണിക്കണോ സാർ? ബോഡി ദേ ആർ തിങ്കിങ് ആസിഡിലൊരുകിയ ഉടല് മാത്രമുള്ള ടോർസോ ആണ് അവളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ആ ബോഡി ഐഡന്റിഫൈ ചെയ്യും. മരിച്ചത് വിക്ടർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? थ्रिलिंग स्टार्ट दोस्तों, नॉट एक्सपेक्टेड. वेरी लाइक थ्रिलर, प्रॉपर थ्रिलर जैसा स्टार्ट हुआ है. एंड वसीम को मारने का प्लान था, ड्रग काटेगा. दे किल्ड वसीम एंड इट सीम्स हिज ब्रदर इज आल्सो इन्वॉल्व्ड इन हिज ओन ब्रदर्स मर्डर. एंड इसके साथ द ड्रग कार्टेल उसके फ्रेंड विक्टर को ही मार दिया था. ब्लाइंड का विक्टर, उसको भी बेचारे को मार दिया. फ्री का मर गया और बेचारा. जबरदस्त स्टार्ट हुआ है दोस्तों. दिस इज लाइक सम माफिया क्रिमिनल, नियो नॉर क्रिमिनल थ्रिलर है मुझे लग रहा है दोस्तों. इन मे बी इन अनदर सीन वी माइट सी उन्नी मुकंदम का एंट्री हमको देखने मिल सकता है. मार्को का टिटल जो रोल है, ये तो अच्छा स्टार्ट हुआ दोस्तों. वेरी इंटरेस्टिंग जो सेटअप हुआ है, बहुत अच्छा हुआ है. इगरली वेट आगे का सीन देखने के लिए कि क्या होने वाला. आर दे गोइंग टू आइडेंटिफाई द बॉडी एंड बॉडी के साथ क्या होने वाला, उसके बाद हाउ मार्को इज इन्वॉल्व, विल गेट टू नो. मजा आ गया दोस्तों. बहुत ही स्टाइलिश लग रहा है मूवी. बैकग्राउंड स्कोर भी अच्छा है
एंड नाइस व्यू, प्लेसेस भी अच्छा है। ठीक है, ईगरली वेट रहेगा दोस्तों आगे का सीन के लिए। तब तक के लिए टेक केयर।